വാട്ട്സ് ഹാപ്പനിങ് പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ മീറ്റപ്പിൻ്റെ വീഡിയോ ആയിരുന്നു. അപ്പോൾ മീറ്റപ്പിൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് നമ്മുടെ ചാനലിലേക്ക് പുതുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു. അപ്പോൾ വീഡിയോ കാണാത്തവർക്ക് റൈറ്റ് സൈഡിൽ ടോപ്പിൽ ഞാൻ ലിങ്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്നാൽ നമ്മുടെ വീഡിയോ കിട്ടും. അപ്പോൾ നിങ്ങളുടെ ചങ്കി യൂട്യൂബേഴ്സ് ഒരുപാട് പേര് പരിപാടിക്കുന്ന സംഭവം ആകെ കളറായിരുന്നു. സോ ബി സിമ്പിൾ, നമ്മൾ വീണ്ടും ഒരു കിടിലൻ ഫോട്ടോഗ്രാഫി ട്യൂട്ടോറിയലായിട്ട് വന്നിരിക്കുകയാണ്. സോ വാട്ടർ ഡ്രോപ്പ് ഫോട്ടോഗ്രാഫി. വാട്ടർ ഡ്രോപ്പ് അഥവാ വെള്ളത്തുള്ളി. അപ്പോൾ വെള്ളത്തുള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇൻസ്റ്റാഗ്രാം എക്സെട്ര സോഷ്യൽ മീഡിയാസ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇൻസ്റ്റാഗ്രാം. സോ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത്, നിങ്ങളിപ്പോൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇല്ലെങ്കിൽ ഇല്ലാത്തവരുണ്ടാവില്ല. അപ്പോൾ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ഒരുപാട് ഫോട്ടോസ് ഒരുപാട് കാണാറുണ്ട്. അതിൽ ചില ഫോട്ടോസ് ആണെങ്കിൽ വേറെ നെക്സ്റ്റ് ലെവൽ ക്രിയേറ്റിവിറ്റി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എങ്ങനെ എടുക്കുക, ഇത് മൊബൈൽ വെച്ചെടുത്തതാണോ DSLR എടുത്തതാണോ? സോ നോ ഡൗട്ട് ഇറ്റ്സ് മൊബൈൽ ഫോട്ടോഗ്രാഫി. അപ്പോൾ അത് നമ്മൾ ഫോൺ വെച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ അത്തരത്തിലൊരു ഫോട്ടോഗ്രാഫി നമ്മുടെ ഇൻസ്റ്റയിൽ ഒരുപാട് അക്കൗണ്ട് ഉണ്ടാവും. നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റ വിസിറ്റ് ചെയ്താൽ തന്നെ കാണാൻ പറ്റും. മോസ്റ്റ് ഓഫ് 90% ഫോട്ടോസും മൊബൈൽ വെച്ചിട്ട്, മൊബൈൽ പ്ലസ് നമ്മളെ മാക്രോ ലെൻസ് വെച്ചിട്ട് എടുത്ത ഫോട്ടോസ് ആയിരിക്കും. സോ നമുക്ക് തുടങ്ങാം. സോ വാട്ടർ ഡ്രോപ്പ് ഫോട്ടോഗ്രാഫി നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഫോൺ വെച്ചിട്ട് തന്നെ നൈസായിട്ട് കിടിലൻ പിക്ക് എടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ മാക്രോ ലെൻസാണ്. എൻ്റെ കഴിഞ്ഞ കുറേ വീഡിയോസ് ഞാൻ മാക്രോ ലെൻസിൻ്റെ ട്യൂട്ടോറിയൽ, അതേപോലെ ഇൻസെക്റ്റ് ഫോട്ടോഗ്രാഫി ഒക്കെ ഇട്ടിട്ടുണ്ട്. നമ്മളെ ചാനലിലെ പ്രീവിയസ് വീഡിയോസ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ഒരുപാട് കമൻറ്റ് എൻ്റെ താഴെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്നിട്ടുണ്ട്. ഏത് ടൈപ്പ് മാക്രോ ലെൻസ്, അഥവാ ഏത് മാക്രോ ലെൻസ്, എവിടുന്ന് മാക്രോ ലെൻസ് പർച്ചേസ്, ആമസോണിനാണോ ഫ്ലിപ്കാർട്ടിൽ നിന്നാണോ അലി എക്സ്പ്രസ് നിന്നാണോ? അപ്പോൾ അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൻ്റെ താഴെയല്ല, വീഡിയോയ്ക്ക് താഴെ ലിങ്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലിങ്ക് ഒന്നും നോക്കാതെയാണ് ഈ ഇൻബോക്സിൽ വന്നിട്ട് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ താഴെയല്ല, ഈ വീഡിയോൻ്റെ താഴെയല്ല, ഞാൻ ജസ്റ്റ് സ്ക്രീൻഷോട്ട് കാണിച്ചതാണ്. ഇത് മേലെ കാണാം, നമ്മൾ ഫ്ലിപ്പിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരുപാട് ലെൻസ് കാണില്ല. അപ്പോൾ ഇതിലൊരു ജസ്റ്റ് ഒരു ബിലോ 500 റുപ്പീസിൻ്റെ ഏതെങ്കിലും ഒന്ന് വാങ്ങിയാൽ ഈ മാക്രോ ഏതിലെടുത്താലും കിടിലനായിരിക്കും. പക്ഷേ പ്രീമിയം ലെൻസുകളും കാണാം നിങ്ങൾക്ക്. എബവ് 1000 മേലേക്ക് ഒരുപാട് ലെൻസുകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ലെൻസിൻ്റെ ലിങ്ക് എൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അപ്പോൾ പോയിട്ട് ചെക്ക് ചെയ്യുക. ഒരുപാട് ലെൻസുണ്ട്, ആമസോണിൽ, ഫ്ലിപ്കാർട്ടുണ്ട്. ഏതൊക്കെ ലെൻസ് കിട്ടും അതൊക്കെ ഞാൻ എൻ്റെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്യാം. സോ നമുക്ക് ട്യൂട്ടോറിയലിലേക്ക് പോകാം. സോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെച്ചാൽ ഒരു സേഫ്റ്റി പിന്ന് ലൈക്ക് ദിസ് ഇതുപോലെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബിഹൈൻഡ് ഒരു ട്രൈപോഡിൽ ഒരു ഫോൺ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഫോൺ വെച്ചിട്ടാണ് നമ്മൾ ഇത് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ ആ ട്രൈപോഡ് അവിടെ എന്തിനു വെച്ചു എന്ന് ചോദിച്ചാൽ അതിലാണ് നമ്മൾ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ നമ്മളൊരു ഒബ്ജക്റ്റ്, ഒരു ഫ്ലവർ വാട്ടർ ഡ്രോപ്പിൻ്റെ ഉള്ളിൽ കയറ്റാനുള്ള സെറ്റപ്പാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ട്രൈപോഡിൽ നിന്ന് ഫോൺ എടുത്തിട്ട് ഫോണിലേക്ക് നമ്മൾ മാക്രോ ലെൻസ് കണക്ട് ചെയ്യാണ്. പിന്നെ ആ ട്രൈപോഡിൽ നമ്മൾ നമ്മുടെ ഫ്ലവർ വെച്ചു, ലൈക്ക് ദിസ് ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, ഫ്ലവറും വെച്ചു. അപ്പോൾ നമ്മളിതാ വീഡിയോ ആയിട്ടാണ് ഷൂട്ട് ചെയ്യണത്. ആൾസോ അതിൻ്റെ ഇടയിൽ ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷനും കൂടെ ഉണ്ട്, നമുക്ക് എടുത്തു നോക്കാം. അപ്പോൾ മെല്ലെ നമ്മൾ എപ്പോഴും മാക്രോ ഫോട്ടോഗ്രാഫീൻ്റെ ട്യൂട്ടോറിയൽ പറഞ്ഞ പോലെ ട്രൈപോഡിലോ അധികം ഷേക്ക് വരാത്ത തരത്തിൽ മെല്ലെ കൊണ്ടുപോയിട്ട് വെക്കുക. ബേസ്റ്റ് ഷോട്ടിൽ ക്ലിക്ക് ചെയ്യാൻ ശ്രമിക്കുക. ബേസ്റ്റ് ഷോട്ട് ആകുമ്പോൾ ഏതെങ്കിലും ഒരു ഷോട്ട് ഇളകിയാലും നമ്മൾ ഒരുപാട് ഷോട്ട് എടുക്കുന്നുണ്ട്, ഏതെങ്കിലും ഇടയിൽ ഒരു കിടു ഫോട്ടോ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ബേസ്റ്റ് ഷോട്ട് എടുക്കുക. അപ്പോൾ ഇത്തരത്തിൽ ഷോട്ടുകൾ ക്രിയേറ്റ് ചെയ്യുക. വാവ്, പൊളിച്ച് അടിപൊളി ഇമേജസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫോട്ടോസ് കാണണമെങ്കിൽ നേരെ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വരാം. ഇതാ ലിങ്ക് സൈഡിലുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വന്നാൽ ഇതുപോലത്തെ കിടിലൻ ഫോട്ടോസ് കാണാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നേരെ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിലോ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ വന്നിട്ട് ചോദിക്കുക, എല്ലാവർക്കും റിപ്ലൈ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഇത്രയാണ് നമ്മുടെ ഈ ടിപ്പ്, കിടിലൻ ഫോട്ടോഗ്രാഫി ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടിട്ട് എന്തെങ്കിലും സജഷൻസ്, കാര്യങ്ങൾ, ഐഡിയാസ് ഉണ്ടെങ്കിൽ നേരെ എന്നെ ഇൻബോക്സ് ചെയ്താൽ മതി. കമൻറ്റ് ബോക്സിലോ ആൾസോ ഇൻസ്റ്റാഗ്രാമിലോ വരിക. അപ്പോൾ കിടിലൻ ട്യൂട്ടോറിയലുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.